കട തുടങ്ങിയിട്ട് 223 വർഷമായി. അപ്പം ഇത് അടിച്ചു കൂട്ടിയതല്ല, അതെല്ലാം ഈ ഇത്രയും വർഷത്തെ പഴക്കം, ഇതിനേക്കാളും പഴക്കമുണ്ട്. നാഴികപ്പൂട്ടെന്ന് കേട്ടിട്ടുണ്ടോ? നാഴികപ്പൂട്ട്. കുറഞ്ഞത് 1000 വർഷമെങ്കിലും പഴക്കമുള്ള ക്ഷേത്ര നഗരമാണ് തിരുവനന്തപുരം എന്നറിയപ്പെടുന്ന അനന്തപുരി. പുതിയ കെട്ടിടങ്ങൾ കൊണ്ടും ബിസിനസ് സമുച്ചയങ്ങൾ കൊണ്ടും ഒരുപാട് ആധുനികവൽക്കരിക്കപ്പെട്ടുവെങ്കിലും ഈ നഗരം മുഴുവനും നിറഞ്ഞ് പടർന്നു കിടക്കുന്ന പൗരാണികതയും അതിൻ്റെ മനോഹാരിതയുമാണ് അനന്തപുരിയെ പ്രൗഢഗംഭീരമാക്കി മാറ്റുന്നത്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിലെ ഓരോ കല്ലിനും മൺതരികൾക്കും പുൽനാമ്പുകൾക്ക് പോലും പഴമയുടെ മണമുള്ള വിസ്മയിപ്പിക്കുന്ന കഥകൾ പറഞ്ഞു തരാനുണ്ട്. ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് കൈതമുക്ക് ജംഗ്ഷനിലാണ്. കൈതമുക്ക് എന്ന് പറയുമ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് 2 കിലോമീറ്റർ അകലെയുള്ളൊരു സ്ഥലമാണ്. ഞാൻ ഒരുപാട് തവണ ഇതുവഴി വന്നപ്പോൾ ഒരു അങ്ങാടിക്കട എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. വളരെ സവിശേഷതകളുള്ള ഒരു അങ്ങാടിക്കടയാണത്. ഒരു അങ്ങാടിക്കടയ്ക്ക് എന്താണ് ഇത്രമാത്രം സവിശേഷതകൾ എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ പറഞ്ഞില്ലേ, പത്മനാഭസ്വാമി ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഒരുപാട് തെരുവുകളും ഒരുപാട് വീഥികളും എല്ലാം പണ്ട് രാജവീഥികളായിരുന്നു എന്ന്. അതുകൊണ്ട് ഈ അങ്ങാടിക്കടയ്ക്കും ഒരു രാജഭരണകാലവുമായിട്ട് ബന്ധമുണ്ട്. അതിനെപ്പറ്റി കൂടുതൽ അറിയാനും ഈ അങ്ങാടിക്കട കാണിച്ചു തരാനും ഞാൻ അങ്ങോട്ട് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഓക്കെ, ഹലോ മൂർത്തി ചേട്ടാ, ഭയങ്കര വായനയാണല്ലോ. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമാണല്ലോ അല്ലേ? കടയൊക്കെ എങ്ങനെ പോകുന്നു? ആ കച്ചവടമൊക്കെ നല്ല രീതിയിൽ പോകണല്ലോ. മൂർത്തി ചേട്ടാ, ഈ കടയെക്കുറിച്ച് തന്നെ ഒരുപാട് കഥകളൊക്കെ ഉണ്ടല്ലേ? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? അത് നമ്മുടെ കൂട്ടുകാർക്ക് എല്ലാം, മാജിക് മൊമെൻറ്റ്സിൻ്റെ കൂട്ടുകാർക്കെല്ലാം ഈ കടയുടെ പ്രത്യേകതകളെക്കുറിച്ച് ഇതിൻ്റെ കഥകളെക്കുറിച്ച് ഒക്കെ അറിയാൻ താല്പര്യമുണ്ട്. അപ്പോൾ ഏതായാലും മൂർത്തി ചേട്ടൻ തന്നെ പറയട്ടെ ബാക്കി കാര്യങ്ങൾ, ബാക്കി കഥകളൊക്കെ. നമുക്കത് മൂർത്തി ചേട്ടൻ്റെ കയ്യിൽ നിന്ന് തന്നെ കേൾക്കാം കേട്ടോ. ഈ കട തുടങ്ങിയിട്ട് 223 വർഷമായി. അല്ല സോറി, 263 വർഷമായി. പണ്ടൊക്കെ ഈ 63. ഞാൻ വന്ന് 10ാമത്തെ തലമുറയാണ്. എൻ്റെ അച്ഛൻ വന്ന് 9ാമത്തെ തലമുറ. അന്നൊക്കെ ഈ മക്കൾക്കല്ല അവകാശം, മരുമക്കത്താണ്. അത് മറ്റേ അനന്തനാണ് അവകാശം. അങ്ങനെ തലമുറ മാറി മാറി വന്ന് അങ്ങനെ ഈ കുനോങ്ങാണി പിള്ളേരെ കടയിൽ നിന്ന് പറഞ്ഞെങ്കിലേ ഈ കടയെപ്പറ്റി മറ്റുള്ളവർക്ക് അറിയാവും. അത് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് 75 വർഷത്തെ സർവീസുണ്ട് ഈ കടയിൽ. മറ്റുള്ളവർക്കല്ല 20. കൂനോങ്കാണിപ്പിള്ള, കൂനോങ്കാണി. അത് എൻ്റെ അപ്പൂപ്പൻ്റെ അപ്പൂപ്പൻ. പിന്നെ ഇത് കേരളത്തിലും തിരുവനന്തപുരത്തിലും വെച്ച് ഏറ്റവും പഴക്കമുള്ള കട എന്ന് പറഞ്ഞാൽ ഈ കടയാണ്. ഇപ്പം ഞാൻ പിന്നെ ഓല കിട്ടാനില്ല, ഓലക്കെട്ടുകാരന്മാരെയും കിട്ടാനില്ല. അങ്ങനെ എൻ്റെ ഇതിൽ വന്ന പിന്നെയാണ് ഞാൻ ഷീറ്റാക്കിയത്. അതുവരെ ഓലയായിരുന്നു. ഇപ്പോൾ ഒരു 5-6 വർഷം 4 വർഷമേ ആയുള്ളൂ ഷീറ്റായി. ഓല കിട്ടാനില്ല, കെട്ടാനും ആളില്ല. പണ്ട് ഇത് ഓലയായിരുന്നു. പണ്ടെന്നല്ല, ഇപ്പോൾ ഒരു 7-8 വർഷത്തിന് മുമ്പ് അവരെ ഓലയായിരുന്നു. അപ്പോഴെല്ലാം ഓലയായിരുന്നു. അങ്ങനെ ഈ അറപ്പെട്ടി കണ്ടാൽ നിസ്സാരമാണ്. ഇത് ഒറ്റ തടിയാണ്. എന്നുവെച്ചാൽ അന്നൊക്കെ തടിക്ക് ഇത്രയും വിലയും ഇല്ല. അന്ന് ആശാരിമാർക്കും ജോലി കുറവാണ്. ഉദാഹരണം പറഞ്ഞുതരാം. ഇത് അടിച്ചു കൂട്ടിയതല്ല. ഇത്ര വണ്ണം ഇത്ര നീളമുള്ള ഒരു തടിയിൽ നിന്ന് തോണ്ടിയെടുത്തതാണ്. ഇതൊക്കെ ആ സമയത്ത് ഉള്ളതാണ്. ഇതൊക്കെ തോണ്ടിയെടുത്തതാണ്, അല്ല അടിച്ചു കൂട്ടല്ല. പിന്നെ എന്താ ഇതെന്താ ഇത്ര ഡെപ്പി ഇരുന്നില്ല, കൊട്ടം പുറപ്പെട്ട ഒരു കറുപ്പ് വളയമായി അരപ്പ് പെട്ടി എന്നാണ് പേര്. ഇതും ഒറ്റ തടിയാണ്. ഇതും ഒറ്റ തടിയാണ്. അതിനെങ്ങനെ തോണ്ടിയാണ് എടുത്തിട്ടുള്ളത്, അത് അടിച്ചു കൂട്ടിയതല്ല. ഇതും 250 വർഷത്തെ പഴക്കമുണ്ട്.
ഇതെല്ലാം പിത്തളയാണ്. പൈസ ഇട്ട് വെക്കാറില്ലേ ഇതില്? ഉണ്ട്, പൈസ ഉണ്ട്. ഇത് അച്ഛൻ അച്ഛൻ വന്ന് 9ാമത്തെ തലമുറയാണ്. അച്ഛൻ 87 വയസ്സ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. അച്ഛന് ശേഷം അച്ഛന്റെ പേര് അയ്യാക്കുട്ടി പിള്ള എന്ന് പറയും. അയ്യാക്കുട്ടി പിള്ള. ഭരണി ഉണ്ടെന്ന് പറഞ്ഞത് ഭരണി അകത്തുണ്ട്, 2-3 എണ്ണം ഉണ്ട്. അതെല്ലാം ഈ ഇത്രയും വർഷത്തെ പഴക്കം, ഇതിനേക്കാളും പഴക്കമുണ്ട്. 400 വർഷത്തെ പഴക്കമുണ്ട്. അതെല്ലാം അത് കാണുമ്പം തന്നെ അറിയാൻ പറ്റും. എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇതിലൊക്കെ ഇരിക്കുന്ന എണ്ണയ്ക്കൊരു ഗുണമുണ്ട്. പക്ഷേ ഇങ്ങനത്തെ പാത്രത്തിൽ ഇരുന്ന സമയത്ത് അതിന് കുറച്ചുകൂടെ ഗുണം വർദ്ധിക്കും. എല്ലാം പണ്ടത്തെ മൺപാത്രങ്ങളാണ്. 6-7 അതും അതാണ്. ഇതൊക്കെ മൺപാത്രം കലങ്ങളുമാണ്. പക്ഷേ ഇതിനൊക്കെ ഭയങ്കരമായിട്ടുള്ള ഗുണങ്ങളുണ്ട്. അതിലിപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു എണ്ണ വിട്ട് ആ എണ്ണയ്ക്കുള്ള ഗുണം മാത്രമല്ല, ആ പാത്രത്തിൽ ഒഴിക്കുന്ന സമയത്ത് ആ പാത്രത്തിൽ നിന്നും കൂടെ ചെറിയൊരു ഗുണം കിട്ടും. ഒരുപാട് മണ്ണുകൾ ചേർത്താണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. അല്ല, ഇതും അത് തന്നെ മണ്ണിലുണ്ടാക്കിയത്. അതിൻ്റെ പുറത്ത് കയറ് പരിഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് അത്ര എണ്ണകളൊക്കെ അല്ല, ഞാൻ അകത്ത് വെച്ചേക്കണം. വെളി വെച്ചിരുന്നാൽ ചില വേണ്ടപ്പെട്ടവർ കേൾക്കും, രൂപ എത്ര വേണമെങ്കിൽ തരാൻ താന്നു. ഇതെല്ലാം അന്നത്തെ കാലത്തുള്ളതാണ്. ഈ ഷീറ്റ് മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. ഓല കിട്ടാനുള്ള പ്രയാസമുണ്ട്. കഥകളുടെ ഡോറെല്ലാം കണ്ടാൽ അറിഞ്ഞൂടെ? 3 പേര് വേണം പൊക്കാൻ. വിജാപരിയൊന്നും ഇല്ല. അതുകൊണ്ട് തുറന്നാണ് എടുത്തേക്കുന്നത്. എന്തെങ്കിലും ഉദ്ദേശം കാണും അവർക്ക്, അന്നുള്ളവർക്ക്. പെട്ടെന്ന് ചൂടാക്കൂല, അത്രയും കടപ്പുറം മണലാണ്. ഇതും പണ്ടത്തെ പെട്ടിയാണ്, കാശിപ്പെട്ടി എന്ന് പറയും. ഇതിൻ്റെ അകത്തൊരു കള്ള അറയുണ്ട്. കണ്ടോ? ഇതിൻ്റെ അകത്തൊരു കള്ള അറയുണ്ട്. അതിൻ്റെ അല്ല, മരുന്നിൻ്റെ ഓരോ മരുന്ന്. ഫ്രണ്ട്സ്, മണിച്ചിത്രത്താഴ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? നാഴികപ്പൂട്ടെന്ന് കേട്ടിട്ടുണ്ടോ? നാഴികപ്പൂട്ട് കാണിച്ചു തരാം. നാഴികപ്പൂട്ട് കണ്ടോ? ഇതും ഈ രാജാക്കന്മാരുടെ കാലം മുതലേ ഉള്ള ഒരു പൂട്ടാണ്. വളരെ സവിശേഷമായ പൂട്ടാണ്. ഇപ്പോഴും ഈ കട പൂട്ടുന്നത് ഈ നാഴികപ്പൂട്ടിട്ടാണ്. ഓക്കെ, ബാക്കി നമ്മുടെ മൂർത്തിച്ചേട്ടൻ തന്നെ പറഞ്ഞു തരും ഇതിൻ്റെ കഥകളൊക്കെ. ഇത് നാഴിപ്പൂട്ടാണ്, പണ്ടത്തെ കാലത്ത് ഉള്ള പൂട്ടാണ്. ഇപ്പോൾ ഇവിടെ ഇത് 3-4 ഇടത്തേ ഉള്ളൂ. ഒന്ന് പപ്പരാസ്വാമി കോവിൽ, ശ്രീകണ്ഠേശ്വരം കോവിൽ, കട ഇവിടെ. അങ്ങനെ 4-5 ഇടത്തേ ഇതുള്ളൂ. ഇത് തുറക്കാൻ വേണ്ടി 4 ചാവി വേണം. പക്ഷേ അമ്മയ്ക്കിടയ്ക്ക് കൂടുതലെന്ന് പറഞ്ഞപ്പോൾ ഇതിൻ്റെ ചാവി എൻ്റെ നിന്ന് നഷ്ടപ്പെട്ടു. തമിഴ്നാട്ടിൽ പോയപ്പോൾ ജീപ്പിൻ്റെ ബാഗ് ഇട്ടിരുന്നു. വഴിയിൽ അവിടെ പോയി. പിന്നെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ കൂടെയാണ് പൂട്ടണതും തുറക്കണത്. ചാവി ഈ നീളമുണ്ട്, 2 ചാവി ഈ നീളമുണ്ട്, പിന്നെ 2 ചാവി ഇത്ര നീളമുണ്ട്. ആ പൂക്കൾ പോലെയാണ്. ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ അകത്ത് പോയി ഇങ്ങനെ വിരിയും. ഈ 4 കുത്തുമ്പോൾ ഈ പൂ പഴയതുപോലെ ചുരുങ്ങും. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള പൂക്കൾ. ഇതിങ്ങനെ ഇറിവിപ്പോയിട്ട് അകത്ത് പോയിട്ട് വിരിയും. അപ്പോൾ ലോക്കാവും. തിരിച്ച് ഈ പറഞ്ഞ 4 താക്കോലും ചാവിയുണ്ട്. 4 സൈഡും അടിയിൽ ഒരെണ്ണം, സൈഡിലൊന്ന്, ഇവിടെ ഒന്ന്, പിന്നെ ഇവിടെ ഒന്ന്. ഇപ്പം ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇവിടെ എനിക്ക് മാത്രമേ പറ്റുള്ളൂ അത് പൂട്ടാനും തുറക്കും. മൂർത്തിച്ചേട്ടൻ നമ്മളടുത്ത് പറഞ്ഞ കഥ വെച്ച് നോക്കുമ്പോൾ ഇത് 263 വർഷത്തിലേറെ പഴക്കമുള്ള ഒരു അങ്ങാടിക്കടയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ 1758 വരെ മാർത്താണ്ഡവർമ്മയുടെ ഭരണകാലമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഭരണമേറ്റെടുത്ത് രാമവർമ്മ തമ്പുരാനാണ്. രാമവർമ്മ തമ്പുരാൻ എന്നുള്ള പേരിനേക്കാളും അദ്ദേഹം കൂടുതൽ അറിയപ്പെട്ടിരുന്നത് ധർമ്മരാജ എന്നുള്ള പേരിലായിരുന്നു. എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ സ്കൂളിൽ പഠിച്ചിരുന്നവർ ഒരുപക്ഷെ ഓർക്കുന്നുണ്ടായിരിക്കും, നമ്മൾ ധർമ്മരാജ എന്ന് പറയുന്ന CV രാമൻപിള്ളയുടെ ഒരു നോവല് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് കഥാപാത്രങ്ങളെ നമ്മൾ പരിചയപ്പെട്ടതുമാണ്. ധർമ്മരാജയുടെ കുശാഗ്ര ബുദ്ധിക്കാരനായ, കൗശലക്കാരനായ അദ്ദേഹത്തിൻ്റെ ദിവാൻ പേഷ്കർ, രാജാ കേശവദാസ്, പിന്നെ മായപ്പൊടി മല്ലിക്ക്, ത്രിപുരസുന്ദരി കൊച്ചമ്മ തുടങ്ങിയ കഥാപാത്രങ്ങളിലൂടെ വളരെ മാസ്മരികമായ ഒരു ലോകം
നമ്മുടെ മുമ്പിൽ വിരിയിച്ചു തന്ന ഒരു നോവലാണ് സി വി രാമൻപിള്ള സാറിൻ്റെ ധർമ്മരാജ. മാജിക് വുമൻസ് ആഗ്രഹിക്കുന്നത് പുതുമയുള്ള കണ്ടൻസ് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണം എന്നാണ്. കുറച്ച് ലേറ്റായിട്ട് കണ്ടൻറ് ഇട്ടാൽ പോലും വളരെ പുതുമയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാനാണ് ടീം മാജിക് വുമൻസ് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത്രയും നാൾ ഞാൻ വീണ്ടും പറയുന്നു, ഇത്രയും നാൾ എൻ്റെ കൂടെ നിന്ന് എനിക്ക് സപ്പോർട്ട് തന്ന എല്ലാവർക്കും, എല്ലാ കൂട്ടുകാർക്കും ഞാൻ നന്ദി പറയുന്നു. ഇനി അടുത്ത ഒരു പുതുമയുള്ള കണ്ടൻറ്റുമായി വരുന്നതുവരെ ബൈ ഫ്രം ടീം മാജിക് വുമൻസ്.